അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, പുണ്യ റമളാനിൻ്റെ ദിനരാത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ വിശുദ്ധ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധവും സൽക്കർമ്മ നിരതമായ നമ്മുടെ ജീവിതവും നാം മുന്നിൽ കാണുകയും അതിൽ നിന്ന് യാതൊരു നിലക്കും പിഴച്ചു പോവാതിരിക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ ജീവിതത്തിൽ വരുത്തുകയുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. അതിന് നമുക്ക് ഇത്തരത്തിലുള്ള സംസാരങ്ങളും നമ്മുടെ ഉത്ബോധനങ്ങളുമെല്ലാം പറയലും കേൾക്കലുമൊക്കെ കാരണമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ റമളാൻ പുലരിയിലൂടെ കഴിഞ്ഞ ഓരോ ക്ലാസ്സുകളിലൂടെയുമായി നമ്മുടെ ജീവിതത്തിൽ നന്നാക്കി തീർക്കേണ്ടുന്ന ഭാഗങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് പരാമർശിക്കുന്നു. അതിനേക്ക് ആവശ്യമായ പ്രത്യേകമായ ഖുർആനിൻ്റെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യകളിലെയും ഒക്കെ പാഠങ്ങൾ എടുത്തു വെക്കുകയും ഒക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മുടെ വീടിനെ എങ്ങനെ നമുക്ക് സമാധാന കേന്ദ്രങ്ങളാക്കി മാറ്റാം എന്നൊരു ചർച്ചയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ അത്തായമൊക്കെ കഴിച്ച് ഈ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ കുടുംബത്തോടൊപ്പം ഇരുന്ന് നമ്മൾ കേട്ടിട്ട് എല്ലാവർക്കും ഒന്നിച്ച് ഈ കാര്യങ്ങളിലൊക്കെ നല്ല ബോധ്യം വരത്തക്ക വിധത്തിൽ ആയിത്തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പ് നമുക്ക് ഒരു പ്രാർത്ഥന കൂടി നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനായി പഠിച്ചു വെക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദുർ റഹ്മാനിൻ്റെ പരമകാരുണ്യവാൻ്റെ ദാസന്മാരെ പ്രത്യേകം പരിചയപ്പെടുത്തുന്ന സമയത്ത് അവരുടെ പ്രഖ്യാപനമായി പരിചയപ്പെടുത്തുന്നൊരു വിഷയമുണ്ടല്ലോ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. തീർച്ചയായും ഈ ഒരു തേട്ടം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ കുടുംബക്കാർക്കിടയിൽ എല്ലാവരിലും ഉണ്ടാവേണ്ടുന്ന സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ വിളിക്കുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ റബ്ബേ, ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്നും സന്തതികളിൽ നിന്നുമൊക്കെ പ്രദാനം ചെയ്യണം പടച്ചോനെ. ഖുർറത അയുൻ, നല്ല കൺകുളിർമ പ്രദാനം ചെയ്യണം. അത് വലിയൊരാശയമാണ് യഥാർത്ഥത്തിൽ. നമ്മുടെ ജീവിതത്തിൽ അവരിൽ നിന്ന് മോശപ്പെട്ടതൊന്നും കേൾക്കരുതേ എന്ന ഒരു തേട്ടമാണ്. അവരിൽ നിന്ന് നല്ലത് മാത്രം കേൾക്കണേ, അവർ വഴി സന്തോഷിക്കാനും ഈ ലോകത്തും നാളെ പരലോകത്തും സമാധാനം ഉണ്ടായിത്തീരാനുമൊക്കെ വേണ്ടിയിട്ടുള്ള മനസ്സറിഞ്ഞിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ്. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. പടച്ചവനെ, തഖ്വ പാലിക്കുന്ന ആളുകൾക്ക് അവരുടെ മുമ്പിൽ നിൽക്കുന്ന ആളുകളാക്കിയിട്ട് ഞങ്ങളുടെ മക്കളെയും ഇണകളെയും കുടുംബക്കാരെയൊക്കെ മാറ്റി തീർക്കണേ എന്ന ആ പ്രാർത്ഥനയോടുകൂടി നമ്മൾക്ക് ചില കാര്യങ്ങൾ പ്രിയപ്പെട്ടവരെ കേൾക്കുകയും അത് പ്രാവർത്തികമാക്കാൻ പരിശ്രമിക്കുകയും ചെയ്യാം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പ്രത്യേകം 16-ാം അധ്യായത്തിൻ്റെ 80-ാമത്തെ വചനത്തിൽ പറയുന്നത്, വല്ലാഹു ജഅല ലക്കും മിൻ ബുയൂത്തിക്കും സഖന, നിങ്ങളുടെ വീടുകളെ അവൻ നിങ്ങൾക്ക് വിശ്രമ കേന്ദ്രങ്ങളാക്കി സമാധാനത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി തന്നു, ഏർപ്പെടുത്തി എന്ന് പറയുമ്പോൾ ആ വീട് ശരിക്ക് സെക്കൻഡ് കിട്ടുന്നതായ മസ്കനായി മാറിയിട്ടുണ്ടോ എൻ്റെയും നിങ്ങളുടെയും ഒക്കെ വീടുകളുടെ പരിസരം വെച്ച് നോക്കുമ്പോൾ എന്നൊരാലോചന നമ്മുടെ ഓരോരുത്തരുടെയും മൈൻഡിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ വീട് സമാധാന കേന്ദ്രങ്ങളാകുന്നുണ്ടോ? വീട് ആശ്വാസമായി തീരുന്നുണ്ടോ? വഹി ഇറങ്ങിയ സമയത്ത് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓടിയെത്തിയത് ഹിറാ ഗുഹയിൽ നിന്ന് എങ്ങോട്ടാണ്? ആ ചെറിയ തൻ്റെ വീട്ടിലേക്കാണല്ലോ. വീടുകളിൽ സമാധാനം ലഭ്യമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അതിന് മസ്കൻ എന്ന പ്രയോഗത്തിന് അന്വർത്ഥമാക്കാൻ സാധിക്കുക. അതെങ്ങനെയാണ് നമ്മുടെയൊക്കെ വീടുകളിൽ ഉണ്ടാക്കി തീർക്കാൻ കഴിയുക? അതിൻ്റെ നിർമ്മാണത്തിലെ ചെലവിൻ്റെ വർധനവാണോ അതിനെ മാനദണ്ഡമാക്കുന്നത്? ഒരിക്കലുമല്ല. അതല്ലെങ്കിൽ അവിടെയുള്ള വിഭവങ്ങളുടെ ആധിക്യമാണോ? അതൊന്നുമല്ല. മറിച്ച് ആ വീട്ടിൽ സമാധാനമുണ്ടാകുന്നതിന് ആവശ്യമായ പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ആ വീട്
സമാധാനധന്യമായി തീരാൻ ഒന്ന് വേണ്ടത് അത് ഹലാലിൽ പണിതതായിരിക്കണം എന്നതാണ്. വീടുണ്ടാക്കിയിട്ട് എത്രയോ ആളുകൾ സമാധാനം കെടുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് മനുഷ്യന്മാർ വമ്പിച്ച പ്ലാനൊക്കെ തയ്യാറാക്കിയിട്ട് ആ വീടിന് വേണ്ടിയിട്ട് തന്നെ സമാധാനം കളഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ മുമ്പിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാമ്പത്തികമായ ഒരുപാട് തിരിമറികൾ നടത്തേണ്ടി വരികയാണ് പിന്നീട് അവർക്ക്, അത് നിർബന്ധമായി വരികയാണ്. അപ്പോൾ അങ്ങനെ ബാങ്ക് ലോണായിട്ടും അല്ലെങ്കിൽ വട്ടിപ്പലിശയൊക്കെ ആയിട്ട് അങ്ങനെ ഒരുപാട് വർഷം അതിൻ്റെ പിന്നാലെ, ആ ഹറാമിൻ്റെ പിന്നാലെ അങ്ങനെ പോകേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നു. ഇനി അല്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ അവസരത്തിലൊക്കെ പറഞ്ഞതുപോലെ ആർഭാടത്തിൻ്റെയും ആഡംബരത്തിൻ്റെയും ഒക്കെ പേരിൽ വീടിനെ മികച്ചതാക്കണം, മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ അതിന് വലിയ ഒരു വാല്യൂ തോന്നിപ്പിക്കണം എന്ന അർത്ഥത്തിൽ ഇതിന് വേണ്ടിയിട്ട് മെനക്കെടുമ്പോൾ തങ്ങളുടെ സമ്പാദ്യത്തിലേക്കൊക്കെ വലിയ ഹറാമുകൾ കടന്നു വരും, കൊള്ളലാഭങ്ങൾ കടന്നു വരും. അതുപോലെ തന്നെ അഴിമതി നടത്തേണ്ടുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും, കൈക്കൂലിയും അങ്ങനെ തുടങ്ങി എന്തൊക്കെ സാമ്പത്തിക തട്ടിപ്പുകളുണ്ടോ. ഇപ്പോൾ പ്രത്യേകിച്ച് പാസീവ് ഇൻകത്തിൻ്റെ ഒക്കെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എങ്ങനെയാണെങ്കിലും ശരി, നാണം കെട്ടും പണം നേടുകിൽ നാണക്കേടും മാറ്റിടും പണം എന്ന ആ ഒരു തത്വത്തിലാണ് അധിക ആളുകളും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ആരെയും പറ്റിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യരുത്, പൈസ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പിന്നാലെ നിങ്ങൾ എന്ത് നേടിയെടുത്തു കഴിഞ്ഞാലും ശരി, അതുകൊണ്ട് നിങ്ങൾ ഇനി ധർമ്മം ചെയ്താലും ശരി, അത് ശരിയാവില്ല എന്നുള്ളതാണ്. സമ്പത്ത് ഹലാലായി തീരണം. അതിൽ നമ്മൾ അതിൻ്റെ ബാധ്യത എന്നുള്ള നിലക്ക് സക്കാത്തൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഇൻഷാ അല്ലാഹ് സക്കാത്തുമായി ബന്ധപ്പെട്ട വിഷയവും സമ്പത്തിൻ്റെ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് റമദാൻ പുലരിയിലൂടെ തന്നെ അടുത്ത ക്ലാസ്സുകളിലൂടെയൊക്കെ ആയിട്ട് നമുക്ക് ചർച്ചയ്ക്ക് വിധേയമാക്കാം. അപ്പോൾ ഇവിടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളൊരു ഹദീസ്, ആ ഒരു ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കാം. യഅതി അലന്നാസി സമാൻ, ജനങ്ങളുടെ മേലൊരു കാലഘട്ടം കടന്നു വരും. ലാ യുബാലി അൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാൽ അം മിനൽ ഹറാം. ആ സമയത്ത് ഒരു മനുഷ്യൻ പരിഗണിക്കാത്തൊരു സാഹചര്യമാണ് ഉണ്ടാവുക. എങ്ങനെയാണ് അവനിലേക്ക് കാര്യങ്ങൾ കടന്നു വരുന്നത്, സമ്പത്ത് കടന്നു വരുന്നത് എന്നുള്ളത് പരിഗണിക്കൂല. അത് ഹലാലായിട്ടുള്ള തന്നെയാണോ അതല്ല ഹറാമായ രൂപത്തിലാണോ എന്നൊന്നും പരിഗണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവൂല. ഇത് അന്ത്യനാളിൻ്റെ ഒക്കെ ഒരു അടയാളമായി പ്രത്യേകം പരിചയപ്പെടുത്തിയതാണ് പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സ്വഹാബ വനിതകൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകമായ നിഷ്കളങ്കതയും ആ നിഷ്കളങ്കതയിൽ നിന്ന് അവർ ചോദിച്ച ചോദ്യങ്ങളൊക്കെയാണ് നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊക്കെ ചോദിക്കാൻ നമ്മൾ പര്യാപ്തമാക്കേണ്ടത്. അവരാ നിലക്ക് മോൾഡ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിയണം. അല്ലെങ്കിൽ അവരെ ആ രൂപത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരായിട്ട് നമ്മുടെ ഉമ്മമാർ, പെങ്ങന്മാർ, നമ്മുടെ ഭാര്യമാർ ഓരോരുത്തരും ആ നിലക്ക് മാറണം. സഹാബ വനിതകൾ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? ഇത്തഖില്ലാഹ ഫീന. അവരുടെ ഭർത്താക്കന്മാരോട്, അവരുടെ കുടുംബനാഥന്മാരോട് അവർ പറയാണ്, നിങ്ങൾ അള്ളാഹുവിനെ പേടിക്കണം ഞങ്ങളുടെ കാര്യത്തിൽ. വലാ തുതഇംന ഹറാമൻ, ഞങ്ങളെ നിങ്ങൾ ഹറാമ് ഭക്ഷിപ്പിക്കരുത്, ഹറാമ് തീറ്റിക്കരുത്. ഫഇന്നാ നസ്ബിറു അലൽ ജൂ, ഞങ്ങൾക്ക് വിശപ്പ് സഹിക്കാൻ പറ്റും, വിശപ്പിനെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയും. വലാ നസ്ബിറു അലന്നാർ, എന്നാൽ ഞങ്ങൾക്ക് തീയിനെ, അതികാഠിന്യമായ നരകത്തിൻ്റെ അഗ്നിയെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയൂലട്ടോ എന്ന് പറയുമ്പോൾ നമ്മളെവിടെ നിൽക്കുന്നു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ജീവിച്ച സഹാബത്തും അവരുടെ വീട്ടുകാരും ഒക്കെ ഇവിടെ നിൽക്കുന്നു. അവർക്ക് അവരുടെ വീട്ടിൽ സുഖവും സമാധാനവും ഒക്കെ കിട്ടിയതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു? ആർഭാടങ്ങൾ അവിടെ ഉണ്ടായതുകൊണ്ടല്ല, മറിച്ച് ഈ ചിന്തയായിരുന്നു അവരെ നയിച്ചിരുന്നത്. ഞങ്ങൾക്ക് ഹലാല് മതി എന്ന് അവർ സംതൃപ്തിപ്പെട്ടിരുന്നു എന്നുള്ളതാണ്. അപ്പം ജീവിതത്തിൽ നമ്മുടെ വീട് പണിയുന്നത് തന്നെ, അല്ലെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ, ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ഹലാലായിരിക്കണം, ഹലാലിലൂടെ ഊട്ടപ്പെട്ടതായിരിക്കണം. അത് അല്ല എങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജീവിതത്തിൽ. നമ്മുടെ ആരാധനകൾക്കൊന്നും സ്വീകാര്യത ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകും. അതൊക്കെ വളരെ ഗൗരവത്തിലാണ് നമ്മൾ കാണേണ്ടത്. രണ്ടാമത്തെ ഒരു പോയിന്റ്, നമുക്ക് നമ്മുടെ വീടുകളെ മസ്കനാക്കാൻ രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് റബ്ബിനെ സ്മരിക്കാനുള്ള ഇടമായിരിക്കണം നമ്മുടെ വീടുകളൊക്കെ. നിങ്ങൾ വീടുകളെ ഖബർസ്ഥാനുകളാക്കരുത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം.
ആ ഹദീസൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടാവും പല സമയങ്ങളിൽ. ലാ തജ്അലൂ ബുയൂത്തക്കും മഖാബിറ. നമ്മുടെയൊക്കെ വീടിൻ്റെ അവസ്ഥ എന്താണെന്ന് പരിശോധിച്ച് നോക്കും. പണ്ടൊക്കെ വീടുകളിൽ എല്ലാവരും ഒരുമിച്ചിരുന്നോ അല്ലെങ്കിൽ വേറെ വേറെ ആയിട്ടൊക്കെ വീടുകളിൽ ഖുർആൻ പാരായണം ചെയ്യുമായിരുന്നു. ഖുർആൻ കേവല പാരായണം എന്നതിനപ്പുറത്ത് അതിൻ്റെ പഠനങ്ങളാണ് ഇമ്പോർട്ടൻ്റ് ആയി കൊടുക്കേണ്ടത്. അതുകൊണ്ട് അമലും ബിഹി, അതുകൊണ്ട് പ്രവൃത്തി ചെയ്യുന്നിടത്താണ് അള്ളാഹു എല്ലാ നിലക്കുമുള്ള മറ്റ് ഖുർആനോടുള്ള ബാധ്യതകളൊക്കെ പരിഗണിക്കുക. എങ്കിലും നമ്മൾ ആ ഖുർആൻ പാരായണം ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് എത്ര അകന്നാണ് നമ്മുടെ ഈ കാലഘട്ടത്തിലെ വീടുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ മതി. പണ്ട് കാലത്ത് ഉമ്മമാർ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു നിബന്ധനയായി വെച്ചിരുന്നത്, ഇത് ആയിഷാ മഗ്‌രിബിൻ്റെ ഇടയിൽ ഖുർആൻ ഓതി ഇത്ര ഭാഗമൊക്കെ ഓതിക്കഴിഞ്ഞാൽ, പഠിച്ചത് ഓതിക്കഴിഞ്ഞാൽ മാത്രമാണ് ഭക്ഷണം കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നതൊക്കെ മാറിപ്പോയി. പലപ്പോഴും സമയങ്ങൾ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുന്നു. അതിനൊക്കെ ഒരു പരിവർത്തനമാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. ഈ നോമ്പ് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ വീടിനെ മസ്കനാക്കാൻ ഞാൻ തീരുമാനിച്ചു. ഇങ്ങനെ ഒരു തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റുമോ? ആ മസ്കനാക്കുന്നതിൻ്റെ ഭാഗമായി ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഉടമസ്ഥൻ എന്ന നിലക്ക് ഞാൻ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ശ്രദ്ധിക്കുന്നു. അതോടൊപ്പം എൻ്റെ വീട്ടുകാർ മൊത്തം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണല്ലോ ഈ പറഞ്ഞത്. അവിടെ ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം. പടച്ചോനെ സ്മരിക്കാൻ ഉള്ള ഒരു ദിക്റുള്ള നിലനിർത്താൻ ആവശ്യമായ ഒരു ക്രമീകരണം നമ്മുടെയൊക്കെ വീടിനകത്ത് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവിടെ ടൈം കൃത്യമായി ഷെഡ്യൂൾ ചെയ്യേണ്ടതുണ്ട്. നമ്മുടെ മൊബൈൽ ഫോണുകൾക്ക് പ്രത്യേകം ചില നിയന്ത്രണങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇന്ന് നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വലിയ അപകടങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകളാണ് ഉന്നത തലങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ ദിവസവും വായിച്ചു കൊണ്ടിരിക്കുന്നത്. സമൂഹം ഇങ്ങനെ തന്നെ പോവുകയാണെങ്കിൽ ഓരോ കുടുംബങ്ങളിലും ആവശ്യമായ നീക്കുപോക്കുകൾ നടത്താൻ പറ്റാതെ വന്നു കഴിഞ്ഞാൽ, പാരൻറ്റിങ്ങിലെ മിസ്ബിഹേവിയറിങ് ഒക്കെ വരുന്നത് കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളെ പറ്റിയിട്ടൊക്കെയുള്ള പഠനങ്ങൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ് ഓരോ ദിവസവും. അതുമായി ബന്ധപ്പെട്ട് ആലോചിക്കുന്ന ആളുകൾക്കൊക്കെ അതിൻ്റെ കാര്യങ്ങൾ വിശദമാക്കാതെ തന്നെ മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ സമയങ്ങൾ എങ്ങനെ ഷെഡ്യൂൾ ചെയ്യണം, മക്കളോടൊപ്പം ഇരിക്കാനുള്ള സമയം എത്ര, അതേപോലെ തന്നെ മക്കളും മാതാപിതാക്കളും കുടുംബക്കാരെല്ലാവരും കൂടിയിരുന്നിട്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എത്ര സമയം ചെലവഴിക്കുന്നു അല്ലേ? നമ്മളുടെ സമയമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക വ്യവഹാരങ്ങൾക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. അള്ളാഹനെ സ്മരിക്കാൻ എൻ്റെ ജീവിതത്തിൽ എത്ര ടൈം? വീട്ടിൽ നമ്മൾ ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. ഇത് ഇങ്ങനെ പറയുന്ന വിഷയങ്ങളാണ്, ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. വീട്ടുകാരൊക്കെ ഒരുമിച്ചിരുന്ന് ഒറ്റക്ക് ഒക്കെ ഭക്ഷണം കഴിക്കുന്നതിന് പകരം ഒരുമിച്ചിരുന്ന് കൂട്ടായി ആ സംഘം ചേർന്ന് അല്ലേ, അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിലൊക്കെ പ്രത്യേക ബർക്കത്തുണ്ട് എന്ന് നമുക്ക് ഹദീസുകളിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെ അതിനൊരു സിസ്റ്റമാറ്റിക്കായ രൂപം നമ്മൾ ഈ റമദാനിലൊക്കെ തന്നെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ കഴിയും. നമ്മുടെ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ പോലും ഒരു വേള നമ്മൾ ഈ ഒരു സംസാരത്തിലൂടെ ഒരു പ്രവചനം നടത്തിയാൽ അത് തെറ്റായി പോകും എന്ന് ഒരു പക്ഷെ എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു സംഗതി പറയുകയാണെന്നുണ്ടെങ്കിൽ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഓരോ വയലൻസിനൊക്കെ നിമിത്തമായി തീരുന്ന സിനിമകളും സീരിയലുകളും അങ്ങനെ തുടങ്ങിയിട്ടൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ടല്ലോ, അതൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൻ്റെ പേരിൽ നടക്കുന്ന വിഷയങ്ങളാണ് ഈ ക്രൂരകൃത്യങ്ങളുടെയൊക്കെ പിന്നിലുള്ള കാരണമായിട്ട് വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ എൻ്റെ ഒരു നിരീക്ഷണത്തിൽ നമ്മുടെയൊക്കെ LP സ്കൂൾ, പ്രൈമറി സ്കൂളുകളിൽ നിന്ന് പോലും ഇനി അടുത്ത ഭാവിയിൽ കൊലപാതകങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിനെ നമുക്ക് ഒരിക്കലും അത് ഒരു വലിയ സംഭവമായി, അസംഭവ്യമായ കാര്യമായിട്ടൊന്നും പരിചയപ്പെടുത്താൻ കഴിയില്ല. പ്രിയപ്പെട്ടവർ, അത്രയും വൾഗറായി പോകുകയാണ്. ഈ റീൽസുകൾ ഒക്കെ കുട്ടികളെ കാണിപ്പിക്കരുത് എന്നൊക്കെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ?
അത് ഇമോഷണൽ കോഷ്യന്റിനെ ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികളുടെ വൈകാരിക ക്ഷമതയെയാണ് ബാധിക്കുന്നത്. അതിങ്ങനെ മാറി മാറി ഓരോന്നും ഇങ്ങനെ വ്യത്യസ്ത ആംഗിളിലുള്ള കാര്യങ്ങളാണ് കുട്ടികൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു നല്ല പ്രസംഗം കേൾക്കുകയാണ് ഒരു ഭാഗത്ത്, ഒരു പ്രാർത്ഥനയെ പറ്റിയിട്ടുള്ള കാര്യം കേൾക്കുകയാണ്, ഒരു ഖിറാഅത്ത് കേൾക്കുകയാണ്. ഇതൊക്കെ വേറെ വേറെ സമയങ്ങളിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ കുറേ വയലൻസ് സൃഷ്ടിക്കുന്ന കുറേ കാര്യങ്ങൾ അതിൻ്റെ ഇടയിൽ കേൾക്കുന്നു, കുറേ അപകടങ്ങളുടെ വാർത്തകൾ കേൾക്കുന്നു. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഗതി, ഈ ചാഞ്ചാട്ടം കുട്ടികളിൽ വരുത്തുന്ന ഫീലിംഗ് വളരെ നെഗറ്റീവ് ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അപ്പോൾ കുട്ടികൾ മൊബൈലിൽ കാണുന്ന കാര്യങ്ങൾ, അവർക്ക് മൊബൈലൊക്കെ നമ്മൾ കൊടുക്കുമ്പോൾ തന്നെയും ധാർമ്മികത വളർത്താൻ ആവശ്യമായ കാര്യങ്ങൾ തന്നെയാണെന്നുള്ളത് ഉറപ്പുവരുത്തണം. വഴിതെറ്റിപ്പോകുന്നുണ്ടോ എന്ന് മക്കളെ വെറുപ്പിക്കാതെ ഒരു കണ്ണും ഒരു നിരീക്ഷണമൊക്കെ അവർക്കിടയിൽ ഉണ്ടാവേണ്ടതുണ്ട്. മക്കളിൽ പെട്ടെന്നുണ്ടാകുന്ന ചേഞ്ചസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അവരെ നല്ല സൗമ്യമായി തിരുത്താൻ കഴിയുന്ന നല്ല രക്ഷിതാക്കളായി മാറാൻ നമുക്ക് കഴിയണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആ വീട്ടിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാവുക. മക്കളുടെ കൂട്ടുകാരെക്കുറിച്ചൊക്കെ നമുക്ക് അറിയാൻ പറ്റണം. മക്കളെ പരിപാലിക്കുന്ന വിഷയത്തിൽ മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഉമവി ഖലീഫയാണ് അദ്ദേഹം പ്രത്യേകമായി എടുത്തു പറഞ്ഞിട്ടുള്ളൊരു കാര്യം, നിങ്ങൾ ലാഇബ് വലദക സബ്അ, അദ്ദിബ് വലദക സബ്അ, സ്വാഹിബ് വലദക സബ്അ. നിങ്ങൾ ആദ്യത്തെ ഒരു 7 വയസ്സ് വരെ, ആ വയസ്സിലും അതിൻ്റെ ഏജ് ഗ്യാപ്പിലൊക്കെ പുതിയ കാലത്ത് മാറ്റങ്ങൾ ഉണ്ടാവാം. എന്നാൽ ആ കാലഘട്ടത്തിൽ തന്നെയും അദ്ദേഹം പ്രത്യേകമായി ഈ കാര്യത്തിനൊക്കെ ഉള്ളൊരു സ്ട്രാറ്റജി പഠിപ്പിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ കുട്ടികളോടൊപ്പം കളിക്കണം, അതോടൊപ്പം കുട്ടികൾക്ക് ആവശ്യമായ ശിക്ഷണം നൽകണം, ആത്മീയമായ പരിപോഷണങ്ങൾ കൊടുക്കണം. ഇന്ന് നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്നുണ്ട്. എല്ലാം കൊടുക്കുന്ന കൂട്ടത്തിൽ അവർക്ക് ആവശ്യമായത് കൊടുക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ല. ഇനി അത് കൊടുത്താൽ പോലും അതൊരു ഫോർമൽ സംഗതിയായിട്ട് അവിടെ മാറുകയും അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ വീട്ടിൽ അതിന് പ്രയോഗവൽക്കരിക്കാനൊരു സാധ്യതയില്ലാത്തൊരവസ്ഥയാണ് എങ്കിൽ ഉള്ള സാഹചര്യങ്ങളൊന്ന് ആലോചിച്ചു. വീട്ടിൽ നിന്നൊരു ഖുർആനോത്തില്ല, വീട്ടിൽ നിന്ന് ഒരു മതപഠനവും ഇല്ല, വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നിടത്ത് മര്യാദ പാലിക്കുന്നില്ല, വീട്ടിൽ നിന്ന് പ്രത്യേകമായി നമ്മൾ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നിടത്തൊന്നും ദീന് തൊട്ട് തീണ്ടിയിട്ടില്ല. ഈ കാര്യങ്ങളൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ പഠിച്ചും ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥയും ഉണ്ടാകാൻ പാടില്ല. രണ്ടും നടക്കണം. നമുക്ക് പുറത്തു പോയിട്ടുള്ള പഠനങ്ങൾ, അതിലും ആത്മീയമായിട്ടുള്ള തലങ്ങൾ ഉയർന്നു നിൽക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ വീട്ടിൽ അതിനെ പ്രായോഗികവൽക്കരിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഈ റമളാൻ നമുക്കതിനൊക്കെ ഒരു മുതൽക്കൂട്ടായി മാറേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ആ നിലക്ക് നമ്മളൊരു മുൻഗണനാക്രമമൊക്കെ നിശ്ചയിച്ചിട്ട് മക്കളെ എങ്ങനെ സെറ്റാക്കിയെടുക്കും, കുടുംബത്തിലെ എല്ലാ ആൾക്കാരും എങ്ങനെ അള്ളാഹ്ക്ക് വഴിപ്പെടുന്ന, അള്ളാഹിനെ സ്മരിക്കുന്ന ആൾക്കാരാക്കിയിട്ട് മാറ്റാൻ പറ്റും, അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കണം. നമ്മൾ പലതിനെക്കുറിച്ച് ആലോചിക്കുന്ന കൂട്ടത്തിൽ ഇത് വലിയൊരു ആലോചനയായി മാറണം. മൂന്നാമതായിട്ട് നമ്മുടെ വീടുകൾ മസ്കനാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നരകാഗ്നിയിൽ നിന്ന് നമ്മുടെ കുടുംബാംഗങ്ങളെ മുഴുവനും നമ്മൾ രക്ഷിക്കണം. നമ്മുടെ വീടിനൊരു തീ പിടിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കും. അത് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ എത്ര പരിശ്രമിക്കും, എന്തെല്ലാം നമ്മൾ പ്രത്യേക സേനയെ വിളിക്കലും മറ്റനുബന്ധമായി നാട്ടുകാരെല്ലാവരും വിളിച്ചു വരുത്തലും, എല്ലാവരും അതിനു വേണ്ടിയിട്ട് ആ തീ അണക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിലായിരിക്കും ഉണ്ടാവുക. എന്നാൽ ഇതിനേക്കാൾ ഭീകരമായിട്ടുള്ള, നമുക്ക് വർണ്ണിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലുള്ള ഒരു പരിതസ്ഥിതിയിലേക്കാണോ നമ്മൾ പോവുക എന്നുള്ള പേടി നമ്മളെ നയിക്കേണ്ടതുണ്ട്. അതാണ് സൂറത്തു തഹരീമിലെ 6-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത്. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറാ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദ് ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അല്ലാഹു കൽപ്പിച്ചത് മാത്രം ചെയ്യുന്ന, അള്ളാഹു കൽപ്പിച്ചതിനെതിര് പ്രവർത്തിക്കാൻ കഴിയാത്ത അങ്ങനെയുള്ള ശക്തരായ മലക്കുകളെ അതിന് കാവൽ നിർത്തിയിരിക്കുകയാണ്. മനുഷ്യരും കല്ലുകളുമൊക്കെ ഇന്ധനമായി കത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ നരകാഗ്നിയിൽ നിന്ന് നിങ്ങൾ വിശ്വാസികളെ, നിങ്ങൾ രക്ഷപ്പെടണം, നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ രക്ഷപ്പെടുത്തുകയും ചെയ്യണം. അതിന് നമ്മുടെ വീട്ടിൽ നമ്മൾ ദീനുറപ്പാക്കണം. ഒരു കുടുംബത്തിലുള്ള ഈ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ആധി എന്താണ്?
മക്കൾ പട്ടിണി കിടക്കുന്നുള്ളതാണോ ആദി? ഇല്ല. ഒരു വാപ്പ അങ്ങോട്ട് മരിച്ചു പോയി കഴിഞ്ഞാൽ ഏറ്റെടുക്കാൻ ഒരുപാട് ആളുകളുണ്ട്, നമ്മുടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. മക്കൾ പട്ടിണി കിടക്കുന്നുള്ള കാര്യത്തിൽ നമുക്ക് ആശങ്കയില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും മികച്ച വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി നമ്മൾ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. മക്കൾക്ക് അസുഖം വരുന്നു എന്നുള്ളതാണോ നമുക്ക് ആശങ്ക ഉള്ളത്? അതിലൊന്നും നമുക്ക് ആശങ്കയില്ല. അതിനേക്കാളൊക്കെ വലിയ ആശങ്ക പ്രിയപ്പെട്ടവരെ നമുക്കായി മാറേണ്ടത് എന്താണ്? മക്കളുടെ ധാർമ്മികതയാണ്. MDMA അടിച്ചിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഉമ്മാനെയും ഉപ്പാനെയും തിരിച്ചറിയാത്ത മക്കളെ നമ്മൾ ഓരോ ദിവസവും വീഡിയോകളിലൂടെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മക്കൾ മാതാപിതാക്കളുടെ ഘാതകരായിത്തീരുന്ന അതിദയനീയമായ കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് മക്കൾക്ക് ധാർമ്മിക നിഷ്ഠയിലൂടെ പോകേണ്ട പാഠങ്ങൾ നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ടോ? അതിനാവശ്യമായി വളർന്നു വരാനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കിയിട്ടുണ്ടോ? അവരുടെ ദീനിൻ്റെ കാര്യത്തിൽ, അവരുടെ പരലോകത്തിൻ്റെ വിഷയത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രിയപ്പെട്ടവരെ? ഓരോ കാര്യത്തിലും അവരുടെ ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ വിഷയങ്ങളിലും ഈ നിലക്കുള്ള ചിന്തയും ചർച്ചയും ആലോചനകളൊക്കെ നടത്തി മുന്നോട്ട് പോകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ നിന്ന് നമ്മൾ ജീവിത പാഠങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട്, നമ്മൾ സ്വയം അത് അനുവർത്തിക്കേണ്ടതുണ്ട്. ഈ പരിശുദ്ധ റമദാൻ നമ്മുടെ കുടുംബത്തിന് സമാധാനമുള്ള ഒരു മുന്നോട്ട് പോകലിന് നിദാനമായി തീരട്ടെ. അതിനായി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ആ വീടിൻ്റെ കംപ്ലീറ്റ് അറ്റ്മോസ്ഫിയർ ഹലാലിലൂടെ ഊട്ടപ്പെട്ടതായിരിക്കണം. വീടുണ്ടാക്കിയത് ഹലാലിൽ, വീട്ടുകാരനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാം ഹലാലിലായിരിക്കണം. അത് ഹറാമിൻ്റെ ഒരു സംഗതിയും ഞങ്ങളിലേക്ക് വരരുതേ എന്നുള്ള ചിന്താഗതിയുള്ള ആൾക്കാരായിരിക്കണം എല്ലാവരും. രണ്ടാമത്തെ കാര്യം, അവിടെ റബ്ബിനെ സ്മരിക്കാനുള്ള പ്രത്യേകമായ ഒരു ഇടമായിട്ട് മാറേണ്ടതുണ്ട്. നമ്മുടെയൊക്കെ വീടുകൾ അങ്ങനെ ആവണം. മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾക്ക് ഓരോരുത്തർക്കും ധാരണ ഉണ്ടാകണം. വീട്ടുകാരായ നമ്മൾക്ക് ഓരോരുത്തർക്കും, കുട്ടികൾക്കും മാതാപിതാക്കൾക്കും അവിടെയുള്ള മറ്റുള്ള കുടുംബക്കാർക്കെല്ലാവർക്കും ധാരണ ഉണ്ടാകണം, ഞങ്ങൾ ഓരോരുത്തരെയും നരകത്തു നിന്ന് രക്ഷപ്പെടുത്താനുള്ള പണിയെടുക്കണവരാണ് എന്നുള്ള ധാരണ ഉണ്ടാണ്. ഈ 3 പ്രധാനപ്പെട്ട പോയിന്റുകളാണ് നമ്മൾ ഊന്നിപ്പറഞ്ഞത്. അത് പ്രധാനമായിട്ടും അതിന് പുറമെ നമ്മൾ നടത്തേണ്ടത് പ്രാർത്ഥനയാണ്. ഇതൊക്കെ ചെയ്താലും നമ്മൾ പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബക്കാരെയും നാട്ടുകാരെയും എല്ലാവരെയും പടച്ച റബ്ബ് രക്ഷപ്പെടുത്തി ഈ പരിശുദ്ധ റമളാനിൻ്റെ പുണ്യങ്ങളൊക്കെ നേടാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാനുള്ള നല്ല തൗഫീഖിനെ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് കൂടുതൽ കാര്യങ്ങൾ അടുത്ത റമളാൻ പുലരിയിലൂടെ നമുക്ക് കേൾക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.